കൈയും കലാശം കാണിച്ച് ഈ ചായാന്ന് വിളിച്ച് ഇങ്ങനെ ഈ മാതിരി ചെറ്റ വർത്താനം നിങ്ങൾ എന്നെ പറഞ്ഞിരുന്നെങ്കിൽ കൈ വെച്ചിട്ട് ഇറങ്ങി പോകുന്നത് നിന്റെ കഴിവുകൊണ്ടല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഓരത്തിന് പൈസ എണ്ണി കൊടുത്തോണ്ട് മാത്രമാണ് ഇരിക്കുന്നത്. എടാ തനിക്ക് നാണമുണ്ടോടോ ബിഗ് ബോസ്? നാണമുണ്ടോ? അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന തന്റെ ഒരു സ്വഭാവം. ആ പാവപ്പെട്ട ലാലേട്ടന് കുറച്ച് പൈസയും കൊടുത്ത് വിളിച്ചിരുത്തി അതിനകത്തിരുത്തിയിട്ട് അയാളെ ഏറിക്കയറ്റി വിടലാണ് നിങ്ങളെ പരിപാടി. ഈ മത്സരം നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പുറത്തുള്ള കാര്യം പറയരുത്, പുറത്തുള്ള കാര്യങ്ങൾ പറയരുത്. പിന്നെ ഇവരൊക്കെ എന്തോ അവിടെ വന്നിട്ട് അവില് കുഴച്ചോണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവളുമാരെയൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതില്ലേ? ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട്, താല്പര്യമില്ലാത്തതുകൊണ്ട്, കളിക്കാൻ അറിഞ്ഞൂടാത്തതുകൊണ്ട് പറഞ്ഞു വിട്ട ടീമുകളാണ്. അപ്പൊ നിങ്ങളെ മെയിനായിട്ട് വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിവുള്ള ഒരു 6-7 ആൾക്കാരകത്ത് ഇപ്പോഴും നിപ്പുണ്ട്. അവരെ ഈ കളിച്ചിട്ടൊക്കെ നിൽക്കണം. അവരെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ടുവന്നത്. ഇവളുമാരെയൊക്കെ വിചാരം ഇവരെയൊക്കെ റീ എൻട്രി ചെയ്തിട്ടുണ്ട്. റീ എൻട്രി ഒന്നും അല്ല, നിങ്ങൾ തോറ്റി, നിങ്ങൾ പുറത്തു പോയി. ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തത് നിങ്ങളെ വോട്ട് ചെയ്തില്ല, നിങ്ങൾ ഔട്ടായി. ഇത് ഈ പരിപാടി തീരുമ്പോൾ ഒരു മര്യാദയുടെ പുറത്ത് വെറുതെ വിളിക്കണേണ്. വെളിയിലത്തെ കാര്യം പറയുന്നത് ഒരു ചാച്ചി 2.5 വർഷമായിട്ട് ഇപ്പൊ അവർക്ക് കപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞ് വേറൊരാൾ കിടന്ന് കറങ്ങുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ എന്റെ ബിഗ് ബോസെ ഒരു കണ്ടന്റും ഇല്ലാതെ വരുമ്പോൾ നിങ്ങൾ തന്നെ ഇതിനൊരു കണ്ടന്റ് ആക്കണമല്ലോ. എന്റെ അപ്പോ വല്ലാത്ത ഉടുപ്പ് തന്നെ.